everyone, welcome back to my channel. Hope you all are doing good. കുറേ ആയല്ലേ ഞാനൊരു വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇതൊരു PG ഡേ ഇൻ മൈ ലൈഫാണ്. കംപ്ലീറ്റ്ലി PG ആണ്. കോളേജ് ഒന്നുമില്ല, സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ട് ലേറ്റായിട്ടാണ് എണീറ്റത്. സോ ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ ചില സമയത്ത് 12 മണിക്കും 1 മണിക്കും സൺഡേ എണീക്കാറുണ്ട്. കാരണം ഒരു പണിയില്ലാത്തൊരു സൺഡേ ആയിരിക്കും. ഈ സൺഡേക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് സാറ്റർഡേയും സൺഡേ അവധി കിട്ടുന്നത്. സോ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും ഉണ്ട്. കാരണം ഇപ്പോൾ കുറേ ആയിട്ട് എല്ലാ സാറ്റർഡേയും ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട്. ഇനി ഞാൻ 10:30 മുന്നേ ഞാൻ എണീറ്റ് ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഞാനിങ്ങനെ കുറേ നേരം പുറത്ത് കാഴ്ചകൾ കണ്ട് നിൽക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ വെതർ കുറച്ച് ഓക്കെ ആയി വരുവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയപ്പം ഉപ്പുമാവായിരുന്നു. അപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഉപ്പുമാവ് ഇവിടുത്തെ. അപ്പോൾ ഞാൻ വിചാരിച്ചു മ്യൂസ്ലി ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ച പാല് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഞാൻ മ്യൂസ്ലി ഉണ്ടാക്കുകയാണ്. അപ്പം അതാവുമ്പം എനിക്ക് പല്ലൊക്കെ തേച്ച് വന്നപ്പോഴത്തേക്കും ഒരു 11 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കേണ്ട ടൈം പെട്ടെന്ന് തന്നെ ആവുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഇത് കഴിച്ചിട്ട് അങ്ങ് ഓക്കെ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മ്യൂസ്ലിയും പാലും കൂടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഹണിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കുറേ നാളിന് ശേഷമാണ് ഞങ്ങൾക്ക് സാറ്റർഡേയും സൺഡേ ആയിട്ട് അവധി കിട്ടുന്നത്. അപ്പം ഈ ഒരു വീക്കെൻഡ് അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കാമെന്ന് വിചാരിച്ചെങ്കിൽ ഞാനൊരു 10:30 മുന്നേ എണീറ്റിട്ടുണ്ടായി. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ്. പിന്നെ ഡിസ്ക്ലെയിമർ, ഞാൻ കുറേ എന്തൊക്കെയോ ഈ വീഡിയോയിൽ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് അവസാനം പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ലാത്തൊരു വ്ളോഗായിപ്പോയി. കാരണം ഞാൻ സൺഡേ കുറേ പ്ലാൻസ് ഉണ്ട് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞിരുന്നിട്ട് വലുതായിട്ടൊന്നും സംഭവിച്ചില്ല. അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനതിന് ഐഷർ റൂമിൽ പോയി. ഞങ്ങളുടെ ഡോക്യുമെൻ്ററി പ്രൊഡക്ഷൻ്റെ ഒരു എഡിറ്റിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹലോ, സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഞാൻ കുറച്ചധികമായി ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നല്ല വീഡിയോസൊക്കെ ഇട്ടിട്ട്. കാരണം എന്താ പറയുക, കുറച്ചധികം മടിയാണ് ഗൈസ്. ഇതിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഡ്രാമ കാണുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. ഇപ്പം ഞാൻ കുറച്ചായിട്ട് ഡ്രാമ കാണു തുടങ്ങി. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എനിക്കുണ്ട്. എന്തെങ്കിലും കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സാധനം തീർക്കുന്ന ഒരു സമാധാനം ഇല്ലാത്തൊരു ഇതാണ് എനിക്കുള്ളത്. എനിക്കത് ഇപ്പോൾ ബുക്ക് വായിക്കുന്നതിനാൽ എന്തായാലും എനിക്കത് അപ്പോൾ തന്നെ തീർക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടു തുടങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു എന്താ പറയുക, ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ മടിയായിട്ട് വേണ്ട അങ്ങനെയൊക്കെ ഞാൻ എന്ത് പറഞ്ഞാലും കറക്റ്റായിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഈ ആഴ്ച 2 ദിവസം ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടില്ല, കാരണം മടി കൊണ്ടാണ്. ഇനി എനിക്ക് കുറേ അധികം പണിയുണ്ട്. ആസിഡ്സ് സൺഡേ, കാരണം ക്ലീനിങ് ഉണ്ട്, അടിച്ച് നന കുളി എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ടുള്ള നമുക്കുള്ള ഡേ ആണ്. സൺഡേ എന്ന് പറഞ്ഞാൽ എല്ലാ ഡേയും ഞാൻ എനിക്ക് തന്നെയാണ് കൊടുക്കാറുള്ളത്. ബട്ട് സൺഡേ കുറച്ചുകൂടെ കൊടുക്കുന്നത് എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ദിവസമാണ് സൺഡേ. കുളിക്കണം നല്ലോണം, ലൈക്ക് ഡീപ്പായിട്ട് നമുക്ക് കുറച്ച് സ്കിൻ കെയറും കുറച്ച് ഹെയർ കെയറും ഒക്കെ ചെയ്ത് തന്നെ കുളിക്കണം. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കിന്നിപ്പോൾ ഒരു അവസ്ഥയായിട്ടിരിക്കുകയാണ്. കാരണം ഇവിടെയൊക്കെ പിമ്പിൾസ് വരാണ്ട് മാർക്സ് വന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. കുറച്ച് പിമ്പിൾസ് മാർക്സ് ഉള്ളതുകൊണ്ട് ബിക്കോസ് ഓഫ് ദ വെതറാണ്. കാരണം വെതർ പെട്ടെന്ന് ഇങ്ങനെ സ്വിച്ചായി. ഇവിടെ നല്ല ചൂടായിരുന്ന വെതർ ഇങ്ങനെ പറഞ്ഞതുപോലെ ഡെയിലി മഴയും തണുപ്പുമായിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഉച്ചയ്ക്കൊക്കെ നല്ല അത്യാവശ്യം ചൂടും രാത്രി നല്ല തണുപ്പാണ്. അപ്പോൾ വെതർ കാരണം സ്കിന്നിന് ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. പിമ്പിൾസ്, മാർക്സ്, പിന്നെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഇങ്ങനെ ഞാനായിട്ട് ഇങ്ങനെ വാ എനിക്കില്ല എന്ന് പറഞ്ഞ് വരുത്തിയതാണ്. കാരണം ഉറക്കം ഞാൻ കറക്റ്റായിട്ട് ഉറങ്ങാറില്ല. ഈ പറയുന്നത് പോലെ സ്ക്രീൻ ടൈം കൂടുതലാണ്, ഉറങ്ങാറില്ല. അപ്പോൾ എല്ലാം ശരിയാക്കണം. പക്ഷെ എല്ലാം ശരിയാകും. കാരണം എന്താ വെച്ചാൽ എനിക്ക് എക്സാം വരുന്നുണ്ട്. ഇപ്പം ഒന്നും ഇല്ലാത്തതിൻ്റെ ഉള്ള ഒരു തുള്ളലാണ് ഇപ്പോൾ നടക്കുന്നത്. എനിക്ക് എക്സാം വരുന്നുണ്ട്. എക്സാം വന്നു കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ എന്തായാലും എന്താ പറയുക, പഠിക്കണം, കിടക്കണം, ആ ഒരു ഇതാവും. പിന്നെ പുതിയ സെമസ്റ്റർ തുടങ്ങും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പാഴ്സൽ വന്നു. ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് പാഴ്സൽ വന്നു എന്ന് പറഞ്ഞ് കൊറിയർ ചേട്ടൻ വിളിച്ചത്. അങ്ങനെ ഞാൻ ആ പാഴ്സൽ എന്താണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് എടുക്കാനായിട്ട് താഴെ പോവുകയാണ്, ഞാനും ഫുൻസോക്കും കൂടെ. വിദൂഷി വന്നിട്ട് റൂമിലില്ല. വിദൂഷിയുടെ ചേച്ചിമാരുടെ ബർത്ത്ഡേ ആയിട്ട് വിദൂഷി ചേച്ചിമാരുടെ വീട്ടിൽ ബാംഗ്ലൂർ തന്നെയാണ് പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് എടുക്കാൻ പോയപ്പോഴത്തേക്കും ദോശയും എന്തോ ഒരു സാമ്പാറും അത് തന്നെയായിരുന്നു അവിടെ കാര്യമായിട്ട് ഉണ്ടായിരുന്നത്. 2 മണി കഴിഞ്ഞ് ഞങ്ങൾ പോയപ്പം. അത് പിന്നെ പപ്പടം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന എന്തോ ഒരു ബീട്രൂട്ട് സബ്ജി. അത് എനിക്കങ്ങനെ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. അങ്ങനെ ഞാൻ നേരെ മേളിൽ പോയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉഴുന്നുപൊടി എടുക്കാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ ഞാൻ ഫുൻസോക്ക് മൊത്തം നാണമാണ്. അപ്പം നാട്ടിൽ നിന്ന് ഉഴുന്നുപൊടി കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങളുടെ അവിടെയൊക്കെ ഉഴുന്നുപൊടി ഇങ്ങനെ എണ്ണയ്ക്ക് കുഴച്ച് ചമ്മന്തിപ്പൊടി എന്നൊക്കെ പറയും, അത് കഴിക്കാറുണ്ട്. അങ്ങനെ ഞാൻ അത് കഴിക്കുകയാണ്. അതും കൂടെ ഉള്ളപ്പം എങ്ങനെയെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലെത്തിയിട്ടും അങ്ങനെ കഴിക്കുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ ലഞ്ചാണ് എനിക്ക് ഒട്ടും, ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും നമുക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ലഞ്ച് വന്നിട്ട് കുറച്ച് പാടാണ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇനി ഇരുന്നിരുന്ന് കുറച്ചായിട്ട് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ പ്ലേറ്റ് കൊണ്ട് കഴുകി വെക്കണം. പിന്നെ എനിക്ക് വേറെ 1-2 പ്ലേറ്റ്സ് കഴുകാനുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴുകിയിട്ട് ഞാൻ നേരെ ഒരു ഡ്രാമ കാണാനായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിന് മുന്നേ ഇവിടെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള PGയിൽ
വർക്ക് നടക്കുകയാണ്. അത് കാരണം ഭയങ്കര നോയ്സാണ്. ഇപ്പോൾ ഞാൻ സൗണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബാക്കിൽ ഇടയ്ക്കിടയ്ക്ക് ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഡ്രാമ കാണാൻ പോകുന്നത്. അപ്പോൾ 2 എപ്പിസോഡൊക്കെ കണ്ടപ്പോഴത്തേക്കും ഒരു 6 മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായി. ഒരു 6:30 ആയപ്പോൾ ഞാൻ കുളിക്കാനായിട്ട് പോയി. അപ്പോൾ അതിന് മുന്നേ ഞാൻ എൻ്റെ സ്കിൻ കെയറിന് എന്തെങ്കിലും കൊടുക്കുക കുറേ ആയി ഒരു പാക്കൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഐഷയുടെ റൂമിൽ നിന്ന് ഐഷ ഒരു ഓറഞ്ച് പീൽ പൗഡർ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ എടുത്ത് കൊണ്ടുവന്നു കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഫേസ് മൊത്തത്തിലും ഞാൻ പറഞ്ഞില്ലേ കുറേ പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ അത് കാര്യമാക്കില്ല, എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടൊന്ന് ഫേസ് ഒന്ന് ഹൈഡ്രേറ്റ് ആക്കണം എന്നുള്ളൊരു ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഹെയർ ഓയിലിട്ട് ഹെയർ ഒന്ന് മസാജ് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹെയർ മസാജ് ചെയ്യാൻ. എനിക്ക് മസാജ് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലാണെങ്കിൽ അനിയത്തി എനിക്ക് ചെയ്തു തരാറുണ്ട്, എനിക്ക് അതും ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പതുക്കെ ആ ഒരു ഹെയറൊക്കെ ഒന്ന് ഡീടാങ്കിൾ ചെയ്തിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. ഞാൻ കുളിച്ചിട്ട് ഇറങ്ങിയതും വീഡിയോ എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. ഞാനിത് നേരെ കുളിച്ചിട്ട് ഇറങ്ങി ഒന്ന് ഫുഡ് എടുക്കുന്ന ഒരൊറ്റ വീഡിയോ എടുത്തപ്പോഴാണ് ഞാൻ ഓർത്തത് തന്നെ. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും എടുത്തില്ല. ഞാൻ വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഞങ്ങൾക്ക് ഗീ റൈസും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ ഗൈസ്.